വാർത്തകളിലേക്കാണ്. പത്തനംതിട്ട മണ്ഡലത്തിലും വോട്ടിംഗ് മെഷീനെതിരെ പരാതി. വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ VVPAT-ൽ 10 സ്ലിപ്പ് വന്നെന്ന ആരോപണം. BJPയുടെ സ്ലിപ്പാണ് അധികമായി വന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന മോക്ക് പോളിംഗിനിടയിലാണ് സംഭവം. വിവരങ്ങൾ കെ അഖിൽ നൽകും. അഖിൽ, പത്തനംതിട്ടയിലും മോക്ക് പോളിംഗിനിടെ പരാതി വന്നിരിക്കുകയാണ്. എന്താണിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണം? പാലിച്ച ഈ 17-ാം തീയതിയായിരുന്നു പത്തനംതിട്ടയിൽ ഈ സ്ഥാനാർത്ഥികളുടെ EVM മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം പതിക്കുന്നതും ഒപ്പം തന്നെ ഈ മോക്ക് പോളിംഗും നടന്നത്. ഇതിൽ ഈ പൂഞ്ഞാർ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കോളേജിൽ, സ്വകാര്യ കോളേജിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. ഈ 101-ാം അസംബ്ലി മണ്ഡലം, അതായത് പൂഞ്ഞാറിലെ 101-ാം അസംബ്ലി മണ്ഡലത്തിലെ ഒരു VVM മെഷീനുകൾ പരിശോധിച്ചിലാണ് 175 മെഷീനുകളാണ് അവിടെ പരിശോധിച്ചത്. ഇതിൽ 5 എണ്ണത്തിൽ പ്രശ്നങ്ങൾ കണ്ടു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് ഇവിടെ പത്തനംതിട്ടയിൽ നോട്ടയടക്കം 9 വോട്ട്, അതായത് 8 സ്ഥാനാർത്ഥികളും ഒരു നോട്ടയടക്കം 9 വോട്ടുകളാണ്. ഈ 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ ഈ VVPAT-ൽ വന്നത് 10 എണ്ണമാണ്. അതിൽ ഒരെണ്ണം ഈ അധികമായി വന്നത് ഈ BJP സ്ഥാനാർത്ഥിയുടെ BJP താമര ചിഹ്നമായിരുന്നു എന്നാണ്. ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ജില്ലാ കളക്ടർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ജില്ലാ കളക്ടറെ വിവരം ധരിപ്പിച്ചു. ജില്ലാ കളക്ടർ വന്ന് അത് പരിശോധിച്ചപ്പോൾ ഇത് സാങ്കേതികമായ തകരാർ, അതായത് ഈ ടൈം സെറ്റ് ചെയ്യുന്നതിൽ ഉണ്ടായ തകരാർ മൂലം ഈ ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായ അനിൽ കെ ആന്റണിയുടെ ഒരു തവണ കൂടി ഇതിൽ വന്നതാണ്. ഇത് അപ്പോൾ തന്നെ പരിശോധിക്കുകയും വീണ്ടും മോക്ക് പോളിംഗ് ഒന്നിലധികം തവണ നടത്തി ഒരു പ്രശ്നവുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയെന്നുമാണ് ഈ ജില്ലാ കളക്ടർ അറിയിച്ചത്. എന്നാലും ഇത് സംബന്ധിച്ചപ്പോൾ ഔദ്യോഗികമായ ഒരു പരാതി പൂഞ്ഞാർ UDF കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഈ കളക്ടർ നേരത്തെ തന്നെ പറഞ്ഞത് നമുക്കൊരു പരാതി ലഭിച്ചിരുന്നില്ല. അത്തരത്തിൽ പരാതി ലഭിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കും. നിലവിൽ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത് നേരത്തെ തന്നെ അത് പരിശോധിച്ച് ആ സമയത്ത് തന്നെ പരിശോധിച്ച് അതിന് റെക്ടിഫൈ ചെയ്തതാണ് എന്ന് കളക്ടർ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ ഒരു പരാതിയുമായിട്ട് UDF ജില്ലാ കളക്ടറെ സമീപിച്ചിരിക്കുകയാണ് പരിശ. ശരി, കെ അഖിൽ പത്തനംതിട്ടയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.